ഒരു പുതിയ ഐസി എഞ്ചിൻ കാർ വാങ്ങിയാൽ ആളുകൾ പറയും നിങ്ങൾ എഞ്ചിൻ ശ്രദ്ധിച്ച് ഓടിക്കണം. ആദ്യത്തെ 1000 കിലോമീറ്റർ എഞ്ചിൻ ഓവർ സ്പീഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ ലഗ് ചെയ്യുക, ഹയർ ഗിയറിലിട്ട് ഹയർ ലോഡ് ഓടിക്കാൻ പാടില്ല. അതുപോലത്തെ കാര്യങ്ങൾ പലതും പറയുമെങ്കിലും EVയുടെ കാര്യത്തിൽ ഇതൊന്നും ബാധകമല്ലെന്നാണ് പലരും വിശ്വസിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അതിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ്. എന്നാൽ ഇന്ന് പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. കാരണം EVയിൽ എഞ്ചിൻ ബ്രേക്കിംഗ് ഇല്ലെങ്കിലും EVയിൽ സംഭവിക്കുന്നത് വെഹിക്കിൾ ബ്രേക്കിനാണ്. മാത്രമല്ല EVയുടെ ആദ്യത്തെ 1000 കിലോമീറ്ററിൽ ഉണ്ടാകുന്ന ചില വെയർ പാറ്റേൺസ്, മാനുഫാക്ചറിങ് ഡിഫക്ട്സ്, ഗിയർ ബോക്സ് വെയർ, ബ്രേക്ക് ബെഡിങ്, ബാറ്ററി ലേണിംഗ് എന്നിവയാണ് ചിലപ്പോൾ വാഹനത്തിൻ്റെ ലോങ് ടേം റിലയബിലിറ്റി പോലും തീരുമാനിക്കുന്നത്. അപ്പോൾ EV വാങ്ങിയവർക്ക് ആദ്യത്തെ 1000 കിലോമീറ്റർ എങ്ങനെ ഓടിക്കണം എന്നതിനെപ്പറ്റി ഇന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫുൾ ത്രോട്ടിൽ കൊടുത്ത പ്രശ്നമുണ്ടോ, എഞ്ചിൻ ബാറ്ററി ബ്രേക്കിംഗ് എന്നുള്ളത് സത്യമാണോ, ഗിയർ ബോക്സ് ഓയിൽ ചേഞ്ച് നേരത്തെ ചെയ്യണോ, ഇന്ന് ഇവയെ പറ്റിയെല്ലാം നമുക്കൊരു എഞ്ചിനീയറിംഗ് പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാം. ട്രഡീഷണൽ എഞ്ചിൻ ബ്രേക്കിങ്ങിൽ എന്താണ് വേണ്ടത്? പെട്രോൾ അല്ലെങ്കിൽ ഒരു ഡീസൽ എഞ്ചിനിൽ പിസ്റ്റൺ റിങ്സ് ഉണ്ട്, സിലിണ്ടർ വാൾസ് ഉണ്ട്, ബെയറിങ്സ്, ക്രാങ്ക് ഷാഫ്റ്റ്, ക്യാം ഷാഫ്റ്റ്, വാൽഡ്രെയിൻ ഇവയെല്ലാം പരസ്പരം വെയർ ചെയ്ത് അല്ലെങ്കിൽ പരസ്പരം ഒരഞ്ഞ് ഒരു പെർഫെക്റ്റ് കോണ്ടാക്ട് പാറ്റേൺ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് പഴയ കാലത്ത് 1000 കിലോമീറ്റർ വരെ ഹൈ RPM കൊടുക്കരുത് എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ EVയിൽ പിസ്റ്റൺ ഇല്ല, സിലിണ്ടർ ഇല്ല, കമ്പസ്റ്റൻ ഇല്ല, എഞ്ചിൻ ഓയിലും ഇല്ല. അതായത് ഒരു ട്രഡീഷണൽ എഞ്ചിൻ ബ്രേക്കിനില്ല. ഇപ്പോൾ പലരും വീഡിയോ ഓഫ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഇനി കാര്യത്തിലേക്ക് കിടക്കുന്നതേ ഉള്ളൂ. കാരണം EVയിൽ ഏറ്റവും വലിയ ബ്രേക്കിംഗ് കമ്പോണൻറ്റ് മോട്ടറല്ല, അത് ഗിയർ ബോക്സ് ആണ്. പലരും EVയിൽ ഗിയർ ബോക്സ് ഇല്ല എന്നാണ് കരുതുന്നത്. ആക്ച്വലി ഓൾമോസ്റ്റ് എല്ലാ EVകളിലും ഗിയർ ബോക്സ് ഉണ്ട്. സിംഗിൾ സ്പീഡ് റിഡക്ഷൻ ഗിയർ ബോക്സ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. കാരണം ഇലക്ട്രിക് മോട്ടറാണ്. 10,000 മുതൽ 20,000 RPM വരെയാണ് മോട്ടർ കറങ്ങുന്ന സ്പീഡ്. പക്ഷേ വീലിലോ ഒരു 1000 RPM പോലും സാധാരണ എത്താറില്ല. അതുകൊണ്ട് മോട്ടോർ സ്പീഡ് ഒരു ഗിയർ ബോക്സ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്താണ് ഇവയെ ഉപയോഗിക്കുന്നത്. ഇവിടെയാണ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് വരുന്നത്. പുതിയ ഗിയർ ടീത്ത് ആദ്യത്തെ കുറച്ച് പോളിഷ് ചെയ്യും, കോണ്ടാക്ട് പാറ്റേൺ എക്സ്റ്റാബ്ലിഷ് ചെയ്യും, മൈക്രോസ്കോപ്പിക് വെയർ ഉണ്ടാവും. ഇതെല്ലാം വളരെ നോർമലാണ്. ഇനിയാണ് ഒരു ഫാക്ട് നമ്മൾ കാണാൻ പോകുന്നത്. പല EV ഗിയർ ബോക്സിലും ആദ്യത്തെ 1000 കിലോമീറ്ററിലാണ് ഏറ്റവും കൂടുതൽ മെറ്റാലിക് പാർട്ടിക്കൽ ഡെബ്രി ആയിട്ട് വരാറുള്ളത്. അതിൽ ചില ഡ്രൈവ് ട്രെയിൻ എഞ്ചിനീയേഴ്സ് പേഴ്സണലി ഒരു ഗിയർ ഓയിൽ ചേഞ്ച് പോലും ചെയ്യാറുണ്ട്. മാനുഫാക്ചറർ ലൈഫ് ടൈം യൂസ് ചെയ്യാവുന്ന ഓയിലാണെന്ന് പറയുമെങ്കിലും പലരും അത് ചേഞ്ച് ചെയ്യുന്നവരെ സാധാരണ കാണാറുണ്ട്. ഒരു EVയുടെ ഗിയർ ബോക്സ് മാഗ്നറ്റിക് ഡ്രെയിൻ പ്ലഗ് 5000 കിലോമീറ്റർ കഴിഞ്ഞ് തുറന്നു നോക്കിയാൽ ചിലപ്പോൾ ഒരുപാട് മെറ്റാലിക് പേസ്റ്റ് അതുപോലെ ഡെബ്രി കാണാൻ പറ്റും. പലതും ഓണേഴ്സ് പാനിക്കാവുന്ന സ്ഥിതിയിലേക്ക് വരെ ഇതിനെ എത്തിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും അതൊരു നോർമൽ വെയറാണ്. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ, EVയുടെ മോട്ടറിലും ഗിയർ ബോക്സിലും ആണോ അതോ IC എഞ്ചിൻ പെട്രോൾ അല്ലേ ഒരു ഡീസൽ എഞ്ചിൻ്റെ ഗിയർ ബോക്സിൽ ആണോ കൂടുതൽ സ്ട്രെസ് വരുന്നത്? അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണണമെങ്കിൽ IC എഞ്ചിനുകളിൽ എപ്പോഴാണ് പീക്ക് ടോർക്ക് വരുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് എഞ്ചിൻ RPM ബിൽഡായി ആ ഒരു പീക്ക് ടോർക്ക് RPM അതിൻ്റെ അടുത്തെത്തി കഴിഞ്ഞാലേ ആ ഒരു ഹയർ ടോർക്ക് റേഞ്ചിലേക്ക് നമ്മൾ വരുള്ളൂ IC എഞ്ചിൻ കാറുകളിൽ. പക്ഷേ EVയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ സീറോ സ്പീഡ് തൊട്ട് ഇൻസ്റ്റൻറ്റേനിയസ്ലി മാക്സിമം ടോർക്ക് തരുന്നതാണ് EVകളുടെ പല പ്രത്യേകത. ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് ട്രാഫിക് ലൈറ്റിൽ റേസ് ചെയ്യുമ്പം EVക്ക് അതൊരു അനുഗ്രഹമായിട്ട് വരുമെങ്കിലും പക്ഷേ ഇത് പ്രശ്നമാകാൻ പോകുന്നത് ബ്രേക്കിൻ്റെ സമയത്തും ടയർ വെയറിൻ്റെ സമയത്തും ഒക്കെയാണ്. അതിലേക്ക് നമുക്ക് കിടക്കാം. പെഡലിൽ ടച്ച് ചെയ്താൽ തന്നെ ടോർക്ക് റെഡിയാണ്. അതുകൊണ്ട് ആദ്യത്തെ 1000 കിലോമീറ്ററിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് കിട്ടുന്നത് ഡ്രൈവ് ഷാഫ്റ്റ്, CV ജോയിൻറ്റ്, ഡിഫറൻഷ്യൽ, ഗിയർ ടീത്ത് ഇവയ്ക്കൊക്കെയാണ്. അതുകൊണ്ട് ഫുൾ ത്രോട്ടിൽ ലോഞ്ച് റിപ്പീറ്റഡ്ലി ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക, എസ്പെഷ്യലി ഒരു പുതിയ EV വാങ്ങിച്ചതിന് ശേഷം. അതൊക്കെ പറഞ്ഞാലും EVയിൽ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ബ്രേക്കിംഗ് കമ്പോണൻറ്റ് ഇതൊന്നുമല്ല, അതൊരു ടയറാണ്. പുതിയ ടയർ ഫാക്ടറിയിൽ നിന്ന് വരുമ്പോൾ സർഫസ് പെർഫെക്റ്റ് ഗ്രിപ്പ് കണ്ടീഷനിലല്ല. മാനുഫാക്ചറിങ് മൗൾഡ് റിലീസ് കോമ്പൗണ്ട്സ് ഉണ്ടാകും, ത്രെഡ് ബ്ലോക്ക് സെറ്റിലാവണം, സർഫസ് സ്ക്രബിനാവണം. IC എഞ്ചിൻ കാറുകളിൽ ഇതൊരു വിഷയമല്ല. പക്ഷേ EVയിൽ ഇൻസ്റ്റന്റ് ടോർക്ക് കാരണം സിറ്റുവേഷൻ വളരെ ഡിഫറെൻ്റ് ആണ്. പല ഓണേഴ്സും ഫസ്റ്റ് വീക്ക് തന്നെ കൂട്ടുകാരെ എല്ലാവരെയും ഇരുത്തി ആക്സിലറേഷൻ്റെ ഡെമോ കാണിക്കും. പല സ്പോർട്സ് കാറുകളെയും വെല്ലുന്ന ആക്സിലറേഷൻ EV പലപ്പോഴും കൊടുത്ത് അവരെ സംതൃപ്തരാക്കാറുമുണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ വണ്ടിക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ആരും അറിയാതെ തന്നെ ടയർ ലൈഫ് വളരെയധികം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രോസസ്സിൽ. കൂടാതെ ഇനിഷ്യൽ ഗ്രിപ്പ് പോലും ഒപ്റ്റിമൽ അല്ല. അതുകൊണ്ട് ആദ്യത്തെ 300 to 500 കിലോമീറ്റർ അഗ്രസീവ് ഡ്രൈവിംഗ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പലപ്പോഴും EV കാറുകളിൽ കണ്ടിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ ടയർ റീപ്ലേസ്മെന്റ് കോസ്റ്റ് പെട്രോൾ അല്ലെ ഡീസൽ കാറുകളെക്കാളും എക്സ്പെൻസീവ് ആയിട്ട് വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ EVകൾക്ക് സ്പെഷ്യൽ ടയറുകളാണ് പലപ്പോഴും കൊടുക്കുന്നത്. അതായത് റോളിംഗ് റെസിസ്റ്റൻസ് കുറവുള്ള ഹൈ ക്വാളിറ്റി ടയറുകൾ. EVയിൽ സ്പെസിഫിക് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഹൈ ലോഡ് റേറ്റിംഗ്, ലോവർ റോളിംഗ് റെസിസ്റ്റൻസ്, അതുപോലെ നോയിസ് കുറവുള്ള ടയറുകളാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു പാരഡോക്സ് ആണ്. EVയിൽ ബ്രേക്ക് പാഡ് ബ്രേക്കിംഗ് ചെയ്യണം, പക്ഷേ EV ഓണേഴ്സ് ബ്രേക്ക് യൂസ് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർ പലപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിനെയാണ്. ഇങ്ങനെ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനുണ്ട് ഫ്രിക്ഷൻ ബ്രേക്സ് പലപ്പോഴും പ്രോപ്പർലി ബെഡിങ് ലഭിക്കാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ ബ്രേക്ക് പാഡിന്റെ ഇന്റീരിയർ സർഫസ് പലപ്പോഴും യൂണിഫോം മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യാതെ ആ ബെഡിങ് പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടക്കാതെ പോകാറുണ്ട്. ഇതുകൊണ്ട് നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അൺഈവൻ ആയിട്ടുള്ള
ഡെപ്പോസിറ്റ് ഫോർമേഷൻ, അതുപോലെ ബ്രേക്ക് പിടിക്കുമ്പോൾ എക്സസീവ് വൈബ്രേഷൻ, ബ്രേക്ക് ജഡർ അല്ലെങ്കിൽ റസ്റ്റ് ഫോർമേഷൻ, ഇതൊക്കെയാണ് സാധാരണ കാണാറുള്ളത്. അതുകൊണ്ട് ഇടയ്ക്കിടെ ഫ്രിക്ഷൻ ബ്രേക്സ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ റീജനറേഷൻ കുറച്ചിട്ട് അല്ലെങ്കിൽ റീജനറേഷൻ ഓഫ് ചെയ്തുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു 500 കിലോമീറ്റർ എങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെതായ ബ്രേക്ക് ബെൻഡിങ് പ്രോപ്പറായിട്ട് നടക്കാനുള്ള സാഹചര്യമാണ് നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്. ഇനി ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഡിസ്കഷനായിട്ട് എടുത്തപ്പോൾ ഒരുപാട് പേര് ബാറ്ററിയുടെ ബ്രേക്കിങ്ങിനെ പറ്റി പറയാറുണ്ട്. ഇനി നമുക്ക് നോക്കാം, ബാറ്ററിയുടെ ബ്രേക്ക് ഇപ്പോൾ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണോ അതോ ബ്രേക്കിന് പകരം വേറെ എന്തെങ്കിലും ആണോ ബാറ്ററിയിൽ സംഭവിക്കുന്നത്? ഷോർട്ട് ആൻസർ, ബാറ്ററിയിൽ ബ്രേക്കിനില്ല. ബാറ്ററിയിൽ ബ്രേക്കിൻ എന്നുള്ളത് ഒരു ഇതാണ്. മോഡേൺ ലിഥിയം അയൺ ബാറ്ററീസ് ഫാക്ടറി ടെസ്റ്റഡ് ആണ്. അതിന്റെ ഫോർമേഷൻ സൈക്കിൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തന്നെയാണ് ഫാക്ടറിയിൽ നിന്ന് ലിഥിയം അയൺ ബാറ്ററി പുറത്തേക്ക് വിടുന്നത്. അതിന്റെ കാലിബ്രേഷനും കംപ്ലീറ്റ് ആണ്. അതുകൊണ്ട് 0 മുതൽ 100 വരെ റിപ്പീറ്റഡ്ലി ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാറ്ററിയുടെ ട്രെയിനിങ്ങും ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ബാറ്ററി ബ്രേക്കിംഗ് അല്ല നടക്കുന്നത്, സോഫ്റ്റ്വെയർ ലേണിംഗ് ആണ് നടക്കുന്നത്. BMS അല്ലെങ്കിൽ ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം, അതിന്റെ ചാർജിങ് ബിഹേവിയർ, ഡിസ്ചാർജിങ് പാറ്റേൺ, റേഞ്ച് എസ്റ്റിമേഷൻ, ഇവയാണ് ഈ ഒരു ടൈം പീരീഡിൽ യൂസറിനെ പഠിച്ച് അത് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ചില ഓണേഴ്സ് പറയാനുള്ളത് ഒരു 5000 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ റേഞ്ച് ഇംപ്രൂവ് ആയി. അത് ബാറ്ററി ഇംപ്രൂവ് ആയതുകൊണ്ടല്ല കേട്ടോ. അതെന്ന് പറഞ്ഞാൽ സിസ്റ്റം കൂടുതൽ അക്യുറേറ്റ് ആയതാണ്. കൺസർവേറ്റീവ് ആയിട്ട് ഉണ്ടായിരുന്ന റേഞ്ച് എസ്റ്റിമേഷൻ നിങ്ങളുടെ യൂസർ ബിഹേവിയറെ മനസ്സിലാക്കി അത് റീകാലിബ്രേറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യപ്പെടുകയാണ്. പലപ്പോഴും യൂസേഴ്സ് റേഞ്ച് കൂടുതലായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ചില EV ഓണേഴ്സ് ആദ്യത്തെ മാസം ബാറ്ററി ഡീഗ്രേഡ് ആകുന്നു എന്ന് പാനിക് ചെയ്യും. പക്ഷേ പലപ്പോഴും അത് BMS റീകാലിബ്രേഷൻ മാത്രമായിരിക്കും. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് പറഞ്ഞാൽ ബ്രേക്കിംഗിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഇൻഫന്റ് മോർട്ടാലിറ്റി, അതായത് എർലി ഫെയിലിയേഴ്സ്. റിലയബിലിറ്റി എഞ്ചിനീയറിംഗിൽ ഫേമസ് ആയിട്ടുള്ള ബാത്ടബ് കർവ് ഉണ്ട്. ഒരു വെഹിക്കിളിന്റെ ഫെയിലിയർ റേറ്റ് തുടക്കത്തിൽ വളരെ കൂടുതലായി, പിന്നീട് അത് സ്റ്റേബിൾ ആവും, പിന്നെ അവസാന കാലത്തും വളരെ കൂടും. അതായത് പുതിയ വെഹിക്കിൾ ആദ്യം ഏതാനും 1000 കിലോമീറ്റർ മാനുഫാക്ചറർ സീക്രട്ട്ലി ഒബ്സർവ് ചെയ്യുന്നത് വേറെന്നല്ല, ഡിഫക്ട്സ് ആണ്. എക്സാമ്പിൾ നോക്കിയാൽ ലൂസ് ആയിട്ടുള്ള കണക്ഷൻസ്, സെൻസർ ഡിഫക്ട്സ്, കൂളൻ ലീക്സ്, ബെയറിംഗ് ഡിഫക്ട്സ്, HV കേബിൾ ഇഷ്യൂസ്, ഇതുപോലുള്ള പല ഇഷ്യൂസും ആദ്യത്തെ ആ ഒരു 5000 കിലോമീറ്ററുകളിലാണ് സാധാരണ മാനുഫാക്ചേഴ്സ് പുറത്ത് കാണാറ്. ഇവയാണ് എർലി ലൈഫിൽ റിവീൽ ചെയ്യുന്നത്. പല മാനുഫാക്ചേഴ്സും വാറന്റി ക്ലെയിം അനലൈസ് ചെയ്താൽ സർപ്രൈസിംഗ്ലി വലിയൊരു പെർസെന്റേജ് ഫസ്റ്റ് ഫ്യൂ തൗസൻഡ് കിലോമീറ്ററുകൾക്കുള്ളിലാണ് കാണാറുള്ളത്. പല ഓണേഴ്സും പറയാറുണ്ട് കാർ ഇപ്പോൾ വളരെ സ്മൂത്ത് ആയി. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഗിയർ പോളിഷിംഗ് പ്രോപ്പറായിട്ട് നടക്കുന്നു, ടയർ പ്രോപ്പറായിട്ട് സ്ക്രബിങ് നടന്നു, ബെയറിംഗ് പ്രോപ്പറായിട്ട് റണ്ണിനായി, സസ്പെൻഷൻ നല്ല സെറ്റിൽഡ് ഇന്നായി, BMS അതിന്റെ യൂസറിനെ പഠിച്ചു കഴിഞ്ഞു. കൂടാതെ ഒരു ഹിഡൻ ഫാക്ടർ ഉണ്ട് കേട്ടോ, ഡ്രൈവേഴ്സ് അഡാപ്റ്റേഷൻ. വെഹിക്കിൾ നിങ്ങളെ പഠിക്കുന്നുണ്ട്, അതുപോലെ നിങ്ങൾ വെഹിക്കിളിനെയും പഠിക്കുന്ന ആ ഒരു അഡാപ്റ്റേഷൻ പ്രോസസ്സും ഈ ഒരു കാലഘട്ടത്തിലാണ് പൂർത്തിയാകുന്നത്. അപ്പോൾ ഫൈനൽ ആൻസറിലേക്ക് കിടക്കാം. EVയിൽ ബ്രേക്കിനില്ല, പക്ഷേ വെഹിക്കിൾ ബ്രേക്കിനുണ്ട്. ആദ്യത്തെ 1000 കിലോമീറ്ററിൽ ഫുൾ ത്രോട്ടിൽ ലോഞ്ച് ദയവായി അവോയ്ഡ് ചെയ്യണം. ടയർ സ്ക്രബിനാവാനുള്ള ആവശ്യത്തിന് സമയം കൊടുക്കണം. ഫ്രിക്ഷൻ ബ്രേക്സ് ഇടയ്ക്കിടെ ഉപയോഗിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് അബ്യൂസ് ചെയ്യാൻ പാടില്ല. വെഹിക്കിളിനെ നല്ലപോലെ ഒബ്സർവ് ചെയ്ത് നിങ്ങൾ അതിനെയും അത് നിങ്ങളെ മനസ്സിലാക്കുന്ന പീരീഡാണ് ഇതെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഹൈവേ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. സ്പെഷ്യൽ ബാറ്ററി ചാർജിങ് മെത്തേഡ്സും അൺലെസ് സ്പെസിഫൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബേബിയിങ് ദ കാർ അതും ചെയ്യേണ്ട ആവശ്യമില്ല. നോർമലായി ഡ്രൈവ് ചെയ്ത് ഉപയോഗിക്കുക. കാരണം EV മോട്ടോർ ഫാക്ടറി വിടുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ബ്രേക്കിംഗ് പൂർത്തിയായതാണ്. പക്ഷേ ടയേഴ്സ്, ബ്രേക്സ്, ഗിയർ ബോക്സ്, ബെയറിംഗ്, സസ്പെൻഷൻ ഇവയൊക്കെയാണ് ആദ്യത്തെ 1000 കിലോമീറ്ററിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫേസിലൂടെ കടന്നു പോകുന്നത്. കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഇന്ന് നിങ്ങൾ കേട്ടതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം ഏതാണെന്ന് കമന്റ് സെക്ഷനിൽ ഒന്ന് കുറിക്കുകയാണെങ്കിൽ എനിക്കതൊരു ഇൻട്രസ്റ്റിംഗ് ഇൻപുട്ട് ആയിരിക്കും.